സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് സോപ്പ് ബോക്സ് വെച്ചിട്ട് ഒരു നല്ലൊരു ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് കൂട്ടുകാർ ആവശ്യപ്പെട്ടതാണ്. ഇപ്പോൾ സ്കൂളൊക്കെ ഒരു വെക്കേഷൻ കഴിഞ്ഞ് തുറക്കാൻ പോവാണ്. അപ്പോൾ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റിൽ പെടുന്ന ഒരു ക്രാഫ്റ്റാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് സോപ്പ് ബോക്സ് ആണ്. അതല്ലെങ്കിൽ ഇതേപോലത്തെ ബോക്സസ് ആയാലും എടുക്കാം കേട്ടോ. ഇതല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ബോക്സ് ഷേപ്പിൽ നമ്മുടെ സാധാരണ പേപ്പർ ഉണ്ടല്ലോ കുറച്ച് കട്ടിയുള്ളത്, അത് ഫോൾഡ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിതാ ഈ ബോക്സിൻ്റെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഫ്ലാപ്പ് ഇല്ലാത്ത ബാക്കി ഭാഗം ഇതിങ്ങനെ തുറന്ന് വെച്ചതിന് ശേഷം ഫ്ലാപ്പ് ഇവിടം തൊട്ട് ഈ കോർണർ വരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് ഈ ഭാഗം വേണ്ട കേട്ടോ, ഈ ഭാഗമാണ് ഫ്ലാപ്പാണ് ഈ ബാക്കി വരുന്ന ഭാഗം, ആ ഭാഗം വേണ്ട, ഇത്രയും ഭാഗം നമ്മൾ ഇതേപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലോട്ടും മറിച്ച് വെച്ചിട്ട് ആ ഓപ്പോസിറ്റ് സൈഡിൽ കോർണേഴ്സ് തമ്മിൽ ഇങ്ങനെ വെച്ചിട്ട് ആ കോർണറും നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് എന്തിനാണെന്ന് നിങ്ങൾക്ക് വരില്ല വഴിക്ക് മനസ്സിലാവും കേട്ടോ. ഇതെന്തായാലും മാർക്ക് ചെയ്യണം. അതിനുശേഷം ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പറോ ഇതുപോലെ ലീഫ്ലെറ്റോ എന്തെങ്കിലും എടുക്കുക, ഒരു ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് ഇതേപോലെ മടക്കിയെടുക്കുക. ഓക്കെ, മടക്കിയതിന് ശേഷം നമ്മുടെ ഈ ഒരു ബോക്സിൻ്റെ ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മളിതിനെ ഇങ്ങനെ ലൈനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ നമ്മൾ എടുക്കാം. കറക്റ്റായിട്ട് ഫുള്ളായിട്ടുള്ള ഔട്ട്ലൈനാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ഔട്ട്ലൈൻ ഇതേപോലെ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഔട്ട്ലൈനിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. അപ്പോൾ ഇനി ഇതേപോലെ ഒന്നും കൂടെ അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് നമ്മൾ ആ വരച്ച ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൻ്റെ രണ്ട് മാർക്കിങ്സ് നമ്മളിതാ ഇവിടെ ഈ ഒരു എൻഡിലെ മാർക്കിങ്ങും ഈ എൻഡിൽ വരുന്ന ആ മാർക്കിങ്ങും നമ്മുടെ ആ ഒരു പേപ്പറിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ രണ്ട് ലൈൻസും തമ്മിൽ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് വിടാം. ഓക്കെ, അപ്പം നമുക്ക് ഇതേപോലെ രണ്ട് പീസസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഫോൾഡ് ചെയ്ത ഭാഗത്താണ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഫോൾഡായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മളിതാ ഇതേപോലെ ഒരു റെഡ് കളർ പേപ്പർ എടുത്തിട്ട് ഒരു പീസ് എടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒരു പീസ് ഉണ്ടല്ലോ, ആ പീസ് എടുത്തിട്ട് കറക്റ്റ് അതേപോലെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, കളർ പേപ്പർ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചൂസ് ചെയ്തെടുക്കാം. ഇനി അടുത്ത പീസ് എടുത്തിട്ട് നമ്മളിതാ ഇതേപോലെയാണ് നേരത്തെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റ് നോക്കി ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ പാറ്റേൺ കട്ട് ചെയ്ത് വെച്ചില്ലേ, അത് വെച്ചിട്ട് എടുക്കാം കേട്ടോ. അടുത്ത പീസ് നമ്മൾ ബ്ലൂ കളറിലാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വൈറ്റ് കളറും ബ്ലാക്ക് കളറും യൂസ് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ പാറ്റേൺ അനുസരിച്ച് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കണ്ടോ ഇതേപോലെയാണ് ഇരിക്കുക. എന്നിട്ട് ഒരു കളർ എടുത്തിട്ട് ഈ എൻഡിൽ ജസ്റ്റ് നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളതൊന്ന് മടക്കി ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ ഒരു കളർ മാത്രം ഇതേപോലെ മടക്കി ഒട്ടിച്ചാൽ മതി. എല്ലാ കളേഴ്സും രണ്ട് കളറും മടക്കി ഒട്ടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഒരല്പം ഭാഗം മാത്രമാണ് നമുക്ക് ഇതേപോലെ മടക്കി ഒട്ടിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മടക്കി ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ കണ്ടോ ഇതേപോലെയാണ് ഇതിൻ്റെ പാറ്റേൺ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ സോപ്പ് ബോക്സ് എടുക്കുക. എന്നിട്ട് ഒരു സൈഡിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുക. നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, മാർക്ക് ചെയ്തതിൻ്റെ ഒരു സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക കേട്ടോ. എന്നിട്ട് ഒരു കളർ ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ഫോൾഡ് ചെയ്യാത്ത കളർ ഉണ്ടല്ലോ, ആ കളറാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണം. നമുക്കത് വെക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏത് സൈഡിലാണ് ഏത് പോർഷനാണ് വരേണ്ടതെന്ന് കേട്ടോ. അപ്പോൾ ഓരോ ഭാഗങ്ങൾ നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്ത് കൊണ്ടുവരിക. അല്ലെങ്കിൽ അത് ഇങ്ങനെ എയർ ബബിൾസൊക്കെ കയറി പോലെ ഫോൾഡിങ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വരാതെ ഇതേപോലെ നന്നായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്ത പീസ് ലാസ്റ്റാണ് നമ്മൾ ഒട്ടിക്കേണ്ടത് കേട്ടോ. ഫോൾഡ് ചെയ്യാത്ത പീസാണ് ആദ്യം ഒട്ടിക്കേണ്ടത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത ഭാഗത്തും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത സൈഡിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ അടുത്ത ഭാഗം ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഒട്ടിക്കുമ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്തില്ല, ആ ഭാഗമാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ അത് ഒട്ടിക്കുമ്പോൾ നമ്മൾ നേരത്തെ ഒട്ടിച്ച ആ ബ്ലൂ കളർ ഉണ്ടല്ലോ, അതിലോട്ട് കുറച്ചും കൂടെ ഓവർലാപ്പ് ചെയ്തിട്ടാണ് നമ്മളത് ഒട്ടിച്ചു കൊടുക്കുന്നത്. കണ്ടോ, അപ്പോൾ നമ്മുടെ ബ്ലൂവിൻ്റെ ആ കട്ട് ചെയ്ത പീസ് കാണില്ല. അപ്പോൾ ഇതൊരു നല്ല ഭംഗിയായിട്ടും ഒരു ഫിനിഷിങ് ലുക്കായിട്ടും ഇരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഓവർലാപ്പ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ഒരു സൈഡ് ഒട്ടിച്ചതിന് ശേഷം അടുത്ത സൈഡ് വീണ്ടും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അടുത്ത സൈഡിലോട്ടും ഇത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. മുകളിലത്തെ ഭാഗത്ത് കുറച്ച് വിട്ടാലും കുഴപ്പമില്ല, പക്ഷേ സൈഡിലൊക്കെ നല്ല ഭംഗിയിൽ വരണം കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അതിന് ശേഷം ഇത് നമ്മൾ തിരിച്ച് ബോക്സിൻ്റെ ആ ഷേപ്പിലോട്ട് കൊണ്ടുവരികയാണ് കേട്ടോ. എന്നിട്ട് ഈ കോർണേഴ്സൊക്കെ ഒന്ന് മടക്കി കൊടുക്കുക. ഒരു ഫോൾഡിങ് വരാൻ വേണ്ടിയിട്ടാണ്, ഇതേപോലെ പിടിച്ചൊന്ന് കോർണേഴ്സ് വരാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ.
അതിനുശേഷം നമ്മൾ ഈ ഫ്ലാപ്പിൻ്റെ ഈ സൈഡിൽ കട്ടിങ്സ് ഉണ്ടാവും ഓൾറെഡി. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ ഈ പേപ്പറും കൂടെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഒരു സൈഡ് നമ്മൾ ഇതേപോലെ മടക്കി കൊടുക്കുക. മടക്കിയിട്ട് ഇതേപോലെ വരുമ്പോൾ ലാസ്റ്റ് ഭാഗത്ത് കുറച്ച് ഗ്ലൂ ഇട്ടിട്ട് അതിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഉണ്ടോ? ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഉള്ളിലോട്ട് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ ഫ്ലാപ്പുകൾ ഉള്ളിലോട്ട് വെച്ച് നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ ലോക്കായിട്ട് ഇങ്ങനെ ഇരുന്നോളൂ കേട്ടോ. ഒരു സൈഡ് ഓപ്പണും ഒരു സൈഡ് ക്ലോസും ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇൻ കേസ് ഇത് ക്ലോസ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലൂ ഇട്ടിട്ട് ചെയ്തോളൂ കേട്ടോ. ഇതിന് ശേഷം ഇതിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതേപോലെ സ്പൈഡർമാൻ്റെ കുറച്ച് തീംസ് പ്രിൻ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കാർട്ടൂൺ തീം ഏതാണോ ആ തീമിനനുസരിച്ചുള്ള പ്രിൻ്റുകൾ എടുക്കാം, അല്ലെങ്കിൽ വരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അത് ഇതിന്മേൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്, അതിൻ്റെ പാറ്റേൺ അനുസരിച്ച്. അപ്പോൾ ഗേൾസൊക്കെ ആണെങ്കിൽ അവരുടെ തീമിനനുസരിച്ചിട്ടുള്ള ഇത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. വരച്ചും ഒട്ടിച്ചൊക്കെ കൊടുക്കാം. ഒരു പേപ്പറിൽ വരച്ചിട്ട് ഇതേപോലെ വെച്ചാലും മതി, അല്ലെങ്കിൽ പ്രിൻ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പം ഞാൻ ഓൾറെഡി 3 പ്രിൻ്റ് എടുത്തിരുന്നു, 2 മതിയെന്ന് തോന്നുന്നു. പക്ഷേ 3 എടുത്തത് കൊണ്ട് തന്നെ 2 ഇവിടെ ഇതേപോലെ ഒട്ടിച്ചു. ബാക്ക് സൈഡിൽ 1 എക്സ്ട്രാ ഉള്ളത് കൊണ്ട് മാത്രം ബാക്കിലും ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ബാക്കിൽ വേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കിനി സ്റ്റഡി ടേബിളിൽ കൊണ്ടുവച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇതിൽ പെൻസിൽസോ പെൻസോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്കിവിടെ പെൻസിൽ ഹോൾഡറായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കണ്ടോ? അപ്പോൾ ഇതേപോലെയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് പെൻസിൽ ഹോൾഡറായിട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡ്രസ്സിങ് ടേബിളിൽ കൊണ്ടുവച്ചിട്ട് അതിലാവശ്യമുള്ള സാധനങ്ങൾ ഇടാം. അപ്പോൾ അതിൻ്റെ ഒരു തീമിലോട്ടും കളറിലോട്ടും മാറ്റിയാൽ മതി. അപ്പോൾ നമ്മളിവിടെ സ്പൈഡർമാൻ തീമിലായതുകൊണ്ടാണ് ഇതേപോലെ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും വരും വരയ്ക്കും ബൈ ബൈ. താങ്ക് യു.